വടക്കേക്കരക്കാരും തെക്കേക്കരക്കാരും റെഡിയാണോ? ഞങ്ങള് റെഡിയാണ്. അതിനു മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ എന്റെ പേര് അർജുൻ ആയതുകൊണ്ട് അർജുന്റെ പിള്ളേർ അത് തൊടുത്തു വിടുന്നു. 1000 ശരങ്ങൾ എല്ലാരും വിളിച്ചിരുന്നോ? ഒരു ദിവസം കൊണ്ട് ഇവര് പ്രാക്ടീസ് ചെയ്താണ്. ജസ്റ്റ് മിസ്സായിരുന്നെങ്കിൽ നമ്മള് കല്ല് പറക്കേറി. അവിടുന്ന് കുന്തം വരുമ്പോ വായി തുറന്നിരിക്കാൻ നമ്മൾ തടയണം. അവരമ്പേന്ന് നമ്മള് കല്ലെങ്കിലും പറക്കേറി. എനിക്കറിയില്ല, ഞാൻ ഇത് പൊക്കി പിടിച്ചോണ്ട് അടിക്കരുത്, എനിക്ക് പ്രശ്നമില്ല. ഇത് മഹാഭാരതമാണ്, അമ്പലപ്പറമ്പല്ല, കല്ല് പറക്കേറിയ. നമ്മുടെ പുനലൂരിൽ നിന്ന് വന്ന് ഇവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. പിന്നെ നാട്യധ്വനി കൈകൊട്ടി കളി ടീമാണ് നമ്മുടെ കൂടെ ഇന്ന് നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത്. പിള്ളേര് നമുക്കുണ്ടടാ സപ്പോർട്ട് ചെയ്യാം. അത് മതി. എവിടെ പിള്ളേരെട്ടാ സപ്പോർട്ട് ചെയ്യുമ്പോ 2 കൂർക്കം വലി ബാക്കി. അതൊക്കെ ഞങ്ങളുടെ പിള്ളേര് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈയടി. ഞങ്ങളുടെ പിള്ളേരെന്താ സപ്പോർട്ട് മക്കളെ കൂട്ടുകാരികളൊക്കെ തന്നെ എന്നാലും കാണിച്ചു കുറച്ചു നേരത്തെങ്കിലും ശത്രുത കാണിക്കും. കുറച്ചു നേരത്തെ എന്നിട്ടും മിണ്ടണില്ലെന്ന്. ഒരു കുടുംബ കോമഡി ഇവിടെ വരുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. അനാവശ്യ സ്ഥലങ്ങളിൽ ആരുടെ സമയം തെറ്റി കൈ നമ്മളെ ടീമിനുള്ള ടൈമിംഗ് ഒരു മനുഷ്യർക്കും എപ്പിസോഡ് തീർന്നിട്ട് വീട്ടിൽ പോയി കൈയടിക്കായിരുന്നു ബാക്കി. യുദ്ധമൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ കുട്ടികളുടെ പെർഫോമൻസ് ആണ് അല്ലേ? എത്ര നേരമായിട്ട് നമ്മൾ കാത്തിരിക്കുക ഒരു എനർജറ്റിക് പെർഫോമൻസ് കാണാൻ വേണ്ടി. അപ്പൊ പുനലൂരിൽ നിന്നും വന്ന നാട്യധ്വനി ടീം എന്തോ റെഡിയാണോ പെർഫോമൻസിന്? എന്നാ വാ നമുക്ക് അടിച്ചു പൊളിക്കാം. Come on. നാട്യധ്വനി നിങ്ങൾ കിഡിലായിട്ട് പെർഫോം ചെയ്തു. പുനലൂരിനെ മൊത്തത്തോടെ ഇളക്കി മറിച്ചു നിങ്ങൾ ഇവിടെ വന്നു. ഇതൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? അവര് തെക്കേക്കരുടെയും വടക്കേക്കരുടെയും പിള്ളേരാണ്.
നമ്മുടെ പിള്ളേരാണ് അത് നല്ല എന്നെ ഒരിടത്ത് മാത്രം പറഞ്ഞത് ഇപ്പം അറിയാലോ. മക്കളെ നിങ്ങൾ ഈ ടീം ഉണ്ടാക്കിയത് ഇങ്ങനെ കറക്റ്റ് നിങ്ങളുടെ ഈ സൈസ് നോക്കി സെലക്ട് ചെയ്തെടുത്താണോ നിങ്ങൾ നോർമലി ഇങ്ങനെ കൂട്ടായതാണോ? നോർമലി അല്ല നിങ്ങൾ ഇങ്ങനെ ഹൈറ്റ് ഒക്കെ ഇങ്ങനെ ഒരേപോലെ വരണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലില്ല. ഇതാരാ അതുല്യാണോ ഇതെല്ലാം സെലക്ട് ചെയ്തത്? ഞാനും അശ്വതി. ആരാ ഏറ്റവും യങ്ങസ്റ്റ് ആരാ? കസ്തൂരി. എവിടെ? കസ്തൂരി. കസ്തൂരി. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ ബാക്കി പരിപാടി നമുക്ക് set ആക്കാം. ഇല്ല താക്കോലിട്. മച്ചാനെ ബാക്കി പരിപാടി നമുക്ക് സെറ്റ് ആക്കണ്ടേ? അതെ. പിള്ളേർ ഇത്രയും നമ്മളെ സന്തോഷിപ്പിച്ചു, ഇത്ര എനർജറ്റിക് ആയിട്ട് ഒരു പെർഫോമൻസ് തന്നു. തിരിച്ച് അവരെന്തും ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ വാരിക്കോരി സ്നേഹിക്കണ്ടേ? ആ സ്നേഹം സമ്മാനത്തിന്റെ രൂപത്തിലായാൽ എങ്ങനെയുണ്ടാകും? സന്തോഷം. അങ്ങനെയാണെങ്കിൽ ചേച്ചി ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് നമുക്ക് കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ ആർക്കാ കൊടുക്കേണ്ടത്? നമ്മുടെ നാട്യധ്വനിന്റെ ഈ മക്കൾക്കാണ് കൊടുക്കേണ്ടത്. ബ്യൂട്ടിഫുള്ളി ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളുടെ എനർജി പകർത്തി തന്നു നമുക്കും നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകർക്കും. സോ താങ്ക് യു. നിങ്ങൾ തന്നെയാണ് ഇന്നത്തെ മെയിനും ഇന്നത്തെ ബ്രൈറ്റും. കം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ പുനലൂരിൽ നിന്നും നാട്യധ്വനി. കഴിഞ്ഞിട്ടില്ല, ഒരു സമ്മാനം കൂടിയുണ്ട്. വില്ലി വൈറ്റ് ദ ബ്രൈറ്റും നിങ്ങൾ തന്നെയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഹാപ്പി ആയില്ലേ? ഇനി ഈ ചിരിയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവണം. അത് മാത്രമല്ല ഒരുപാട് സ്റ്റേജസ് ഒക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഇനിയും പിള്ളേരുണ്ടോ അതോ ഇത്രയും പേരാണോ നിങ്ങൾ സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്നത്? ഉണ്ട്, പിള്ളേരുണ്ട്. ആണ്. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയണം. ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങൾ അവരെയും കൂട്ടി വരണം. അടുത്ത സെറ്റുമായിട്ട് വരണം. തീർച്ചയായിട്ടും. നാട്യധ്വനി 2.0 കേട്ടോ?